പെറ്റുവീണ കുട്ടിക്ക് അച്ഛനമ്മമാരല്ല ആശ്രയം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആരാ ആശ്രയം? ലോകം മുഴുവനും ആശ്രയിച്ചിരിക്കുന്നത് ആരിലോ ലോകത്തിൻ്റെ രക്ഷകൻ ആ ആശ്രയം തന്നെയാണെന്ന്. അതിവിടെ പറയുകയാണ്. എന്താ? യസ്മിൻ യതോ യർഹി യേന ജയസ്യ യസ്മാത് യസ്മൈ യഥാ യദുദയസ്ത്വപരഃ പരോ വാ ഭാവഃ കരോതി വികരോതി പൃഥക് സ്വഭാവഃ സഞ്ചോദിതസ്തദഖിലം ഭവതഃ സ്വരൂപം. അങ്ങയുടെ സ്വരൂപമല്ലാതെ, പ്രകടനമല്ലാതെ, പരിലസനമല്ലാതെ ഒരിടത്തും ഒന്നുമില്ലാന്ന്. ഈച്ചയാവട്ടെ, കൊതുവാവട്ടെ, മൂട്ടയാവട്ടെ, അണുവാകട്ടെ, പർവ്വതമാകട്ടെ, സമുദ്രമാകട്ടെ, കിണറാകട്ടെ, ഇവിടെ എന്തെല്ലാം ഭിന്ന നാമങ്ങളോടുകൂടി പരിലസിക്കുന്നുവോ, ഭിന്ന ഗുണവിശേഷങ്ങളോടുകൂടി പ്രകടമാകുന്നുവോ, അവയെല്ലാം തന്നെ അങ്ങൊരൊറ്റ ആളുടെ സ്വരൂപമാണെന്ന പ്രഹ്ലാദൻ 7 വയസ്സുകാരൻ പറയണത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു കാര്യം ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഓടിച്ചെന്ന് ക്ഷേത്രത്തിൽ ചെന്ന് ബിംബത്തിൻ്റെ മുഖം നോക്കി ഹാ എന്ന് പറയുന്നവരുണ്ട്. ബിംബത്തിൻ്റെ മുഖം നോക്കി പൂർണ്ണ ഗാത്രം കൂടി നോക്കില്ല, ആ മുഖം അണിഞ്ഞു വച്ചിരിക്കുന്ന മുഖം, അതാണ് എല്ലാവർക്കും കാണേണ്ടത്. ആ ബിംബത്തിൽ കാണുന്നത് പോലെ അതേ ഈശ്വരൻ സർവ്വദിക്കിലുമുണ്ടല്ലോ. അതിനെപ്പറ്റി ഈ ബിംബോപാസകന്മാരാരെങ്കിലും സ്വല്പമെങ്കിലും ചിന്തിച്ച് സമയം അതിനു വേണ്ടി വിനിയോഗിക്കാറുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ പലരും ഗുരുവായൂരിലേക്ക് പോയി ആശ്രമത്തിലേക്ക് വരും. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ അവരോട് ചിന്തിപ്പിക്കാൻ വേണ്ടി രസകരമായ ചില ചോദ്യങ്ങൾ ചോദിക്കും. അതിലൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഗുരുവായൂരപ്പനെ വിട്ടിട്ട് പോന്നോ അതോ കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന്. ഒരൊറ്റ ആൾ എന്നോട് ഞാൻ ഭഗവാനെയും കൊണ്ടാ വന്നിരിക്കുന്നത്, എൻ്റെ ഹൃദയത്തിലുണ്ടെന്ന് പറഞ്ഞിട്ടേ ഇല്ല. എന്താ അപ്പം അത്? എല്ലാ പ്രതിഷ്ഠകളും ഈശ്വരൻ്റെയോ ഈശ്വരിയോടെയോ ആണ്. രണ്ടിൽ നിന്നും പറഞ്ഞാൽ ആ വ്യത്യാസങ്ങളൊന്നുമില്ലല്ലോ. എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്ന ഒരു സത്താവിശേഷമാണ്, അസ്തിത്വമാണത്. അത് പുല്ലിംഗം സ്ത്രീലിംഗം ഒന്നും അതിലില്ല. എന്നാലും നമ്മൾ പറയണു ഈശ്വരൻ ഈശ്വരി എന്ന് പറഞ്ഞോളൂ, വിരോധമില്ല. പക്ഷേ അത് എല്ലാ ദിക്കിലും ഒരുപോലെ പരിലസിക്കുന്നതാണല്ലോ. അത് എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മൾ ആലോചിക്കുകയും അറിയുകയും ഉണരുകയും സാക്ഷാത്കരിക്കുകയും വേണമല്ലോ. അതല്ലേ മനുഷ്യജന്മത്തിൻ്റെ ഉദ്ദേശം. ആ വഴിക്ക് നീങ്ങിക്കൊണ്ടുള്ള ചിന്ത ആരിലുമില്ല. മറിച്ചാണ് മനുഷ്യൻ്റെ മനസ്സിനെ ഇടുക്കി കൊല്ലുന്നതാണ് ഓരോരുത്തരുടെയും ചിന്താഗതി. ആ പടം, അതിൻ്റെ മൂക്ക്, അതിൻ്റെ കണ്ണ്, അതിൻ്റെ പൊട്ട്, അത് ധരിച്ചിട്ടുള്ള ആഭരണം, ഇത്രയുള്ളൂ എല്ലാവരുടെ ഉള്ളിലും. വാസ്തവത്തിൽ ഈശ്വരനൊരു ആഭരണ ആവശ്യമുണ്ടോ? സച്ചിദാനന്ദമൂർത്തിയാണ് ഈശ്വരൻ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം, അങ്ങനെയല്ലേ നാരായണീയത്തിൽ തുടങ്ങണത്. സാന്ദ്രമായിരിക്കുന്ന ആനന്ദവിശേഷമാണ്. അങ്ങനെ ഒരു ഈശ്വരന് എന്താണ് വേണ്ടത്? അലങ്കാരങ്ങൾ. അലങ്കരിക്കുക നമ്മുടെ മനസ്സിനെയാണ്, നമ്മുടെ ബുദ്ധിയാണ്. മനസ്സിനെ ഭാവം കൊണ്ടും ഭക്തി കൊണ്ടും അലങ്കരിക്കുക. ബുദ്ധിയെ കൂടുതൽ കൂടുതൽ ഈശ്വരനെക്കുറിച്ച് ആലോചിച്ചുണ്ടാവുന്ന അറിവ് കൊണ്ടും വിവേകം കൊണ്ടും ബുദ്ധിയെയും അലങ്കരിക്കുക. ഇതാണ് നമുക്ക് ആവശ്യം.